Hello friends, me Yaseen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് OnePlus 8 ആണ്. OnePlusന്റെ വൺ ഓഫ് ദി ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus 8 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു അൺബോക്സിംഗ് ഓവറോൾ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഗെയിമിംഗ്, ക്യാമറ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. എന്റെ കയ്യിലുള്ളത് 12 GB RAM 256 GB ROM വരുന്ന വേരിയന്റ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫോൺ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ ഇത് വേർത്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറെ കാണുന്ന ബെല്ലൈക്കൺ ചെയ്യുക. സോ നമുക്ക് നേരെ അപ്പോൾ ഇതാണ് നമ്മുടെ OnePlusന്റെ ബോക്സ് വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ബോക്സ് ആണ്. ഇവിടെ വലുതായിട്ട് 80 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടതായിട്ട് നെവർ-സെറ്റിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ ഫോൺ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് എന്തൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാണ്. പിന്നീട് ഈ നെവർ-സെറ്റിൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബോക്സ് എടുക്കുമ്പോൾ ഇതിനകത്തായിട്ട് ഇതുവരെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയും ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതിന്റെ പിന്നിലായിട്ടാണ് നമ്മുടെ സിം ഇജക്ടർ പിന്ന് വരുന്നത്. ഇതൊന്ന് എടുക്കാം. അപ്പൊ നമ്മൾ ഈ സാധനം ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് OnePlusന്റെ ഭാഗത്തു നിന്നുള്ള ലെറ്റർ കാണാം. അപ്പോൾ അത് ഞാൻ വായിക്കുന്നൊന്നുമില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാണ്. പിന്നീട് ഇതിനകത്ത് കിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്. പിന്നെ റെഡ് കേബിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഇതിന്റെ കേബിൾ വരുന്നത് റെഡ് കളറാണ്, അതായത് ചാർജിങ് കേബിൾ വരുന്നത് റെഡ് കളറാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. OnePlusന്റെയും 80ന്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് സാർ വാല്യൂന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നീട് സേഫ്റ്റി ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ കേസ് വരുന്നുണ്ട്. നെവർ-സെറ്റിൽ എന്ന് പറഞ്ഞ ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. നമ്മുടെ ഫോണിലുള്ള കേസ് വരുന്നുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം. അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പിന്നീട് ഇതിന്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, റെഡ് കളർ കേബിൾ ആണ്. അതുകൊണ്ട് തന്നെ റെഡ് കളർ ക്ലബ് എന്ന് പറഞ്ഞ കാർഡ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അത് ഈ ഒരു കേബിളിന്റെ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വരുന്നത് നമ്മുടെ അഡാപ്റ്റർ ആണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള അഡാപ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിലോട്ട് കിടക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫോണും കേസും മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ ഫോൺ ഒന്ന് പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് ആ കേസിലൊന്ന് ഇട്ട് നോക്കാം. അപ്പൊ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു കേസ് തന്നെയാണ്. പിന്നീട് നെവർ-സെറ്റിൽ എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേസുള്ളത്. ഇനി നമുക്ക് ഫോണിന്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കിയതിന് ശേഷം ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നീട് ഇവിടെ OnePlusന്റെ ബ്രാൻഡിങ് ഉണ്ട്. തൊട്ടതായ OnePlus എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സാധനം നമുക്ക് പറിച്ചു കളയാം. അപ്പൊ നമ്മൾ വലത്തെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പവർ ബട്ടൺ കാണുന്നുണ്ട്. അതിന് തൊട്ട് മേലെയായിട്ട് സൈലന്റ് മോഡ് ആക്കാനുള്ള ഒരു ബട്ടൺ കാണുന്നുണ്ട്. നമുക്ക് സൈലന്റ് മോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് കാണാം. അപ്പൊ നമ്മൾ തായ് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് സിം ട്രേ വരുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് മൈക്ക് വരുന്നുണ്ട്. പിന്നീട് സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറും വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും മാത്രമാണ് വരുന്നത്. ഇത് ഡിസ്പ്ലേയുടെ ഇടത്തെ ഭാഗത്തായിട്ട് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 16 മെഗാ പിക്സലിന്റെ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഡിവൈസ് ബൂട്ടായി വരുമ്പോഴത്തേക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.55 ഇഞ്ചിന്റെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇതിൽ ഉപയോഗിച്ചുള്ള ചിപ്സെറ്റ് വരുന്നത് Qualcomm Snapdragonന്റെ 865 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഇതിന്റെ ബാറ്ററി വരുന്നത് 4500 mAh ആണ്. അതുപോലെ തന്നെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടിയാണ്. പിന്നീട് നമ്മൾ റിയർ ക്യാമറയുടെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിൽ പ്രൈമറി ക്യാമറ 48 മെഗാ പിക്സലിന്റെ Sony IMX586 സെൻസറോട് കൂടിയാണ് വരുന്നത്. പിന്നീട് ഒരു 16 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഒരു മോണോക്രോം ലെൻസുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയുടെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ Sony IMX471 സെൻസറോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാം ആണ്. ഇനി നമ്മൾ ഇതിന്റെ റാം ആൻഡ് റോം വേരിയന്റ്സ് നോക്കുകയാണെങ്കിൽ 8 GB റാം 128 GB റോം വരുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അതിന്റെ വില വരുന്നത് 43,000 രൂപയാണ്. പിന്നീട് 12 GB റാം 286 GB റോം വരുന്ന വേരിയന്റിന്റെ വില വരുന്നത് 46,000 രൂപയുമാണ്. പിന്നീട് കളർ വേരിയന്റ്സ് നോക്കുകയാണെങ്കിൽ അക്വാമറൈൻ ഗ്രീൻ അതുപോലെ തന്നെ ലൂണാർ സിൽവർ എന്നിങ്ങനെ 2 വേരിയന്റ്സ് ആണ് ലഭിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡിവൈസ് ബൂട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം ഫിംഗർ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് അൺലോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഫേസ് അൺലോക്കും വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുഖം കാണിക്കുമ്പോഴത്തെ ലോക്ക് തുറക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതാണ്. നമ്മൾ ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ OS 11 ഇതിൽ കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയെ കുറിച്ച് നോക്കാം. ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ നമ്മൾ റെയർ ക്യാമറയിൽ 12 മെഗാപിക്സൽ അതുപോലെ തന്നെ 48 മെഗാപിക്സൽ എന്നിങ്ങനെ പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ വീഡിയോയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ 1080p അതുപോലെ തന്നെ 4K എന്നീ രണ്ട് റെസൊല്യൂഷനിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് 30 FPS അതുപോലെ തന്നെ 60 FPS എന്നിങ്ങനെ ഫ്രെയിം റേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് 21:9 അല്ലെങ്കിൽ 16:9 എന്നിങ്ങനെ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമേജസും ഫുട്ടേജസും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള ഒരു വ്ളോഗിംഗ് ഷോട്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക അത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നും സൗണ്ട് ക്വാളിറ്റി നോക്കാൻ പറ്റും. അതായത് ഇതിന് ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് സ്റ്റെബിലൈസേഷൻ നോക്കുക. അതുപോലെ തന്നെ എത്രമാത്രം ക്ലാരിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗെയിമിംഗ് റിവ്യൂലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തല്ല കാണിക്കുന്നത്. ആദ്യം നമ്മൾ കാണിക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ അല്ലാത്ത രീതിയിൽ നമ്മൾ ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള ഷോട്ടാണ് കാണിക്കുന്നത്. ഇത് എന്തിനാ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റും കൂടി ഈ ഒരു സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അതായത് നമ്മൾ കളി തുടങ്ങുമ്പോൾ എത്ര ബാറ്ററി ഉണ്ടെന്ന് നോക്കും. പിന്നീട് ആ ഒരു റേസ് കഴിയുമ്പോൾ എത്ര ബാറ്ററി വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റും കൂടി ഈ ഒരു സമയത്ത് തന്നെ നടത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഹീറ്റിംഗിന്റെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതേസമയം നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ വീഡിയോ കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഗ്രാഫിക്സ് കറക്റ്റ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ വീഡിയോ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യും. പിന്നീട് സ്ക്രീൻ റെക്കോർഡർ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ റേസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ ഇതിന്റെ ബാറ്ററി വരുന്നത് 72% ആണ്. അതുപോലെ തന്നെ 36 ഡിഗ്രിയാണ് ഇപ്പോൾ ഇതിന്റെ ഹീറ്റ് വരുന്നത്. ഇനി നമുക്ക് ഒരു റേസ് കഴിഞ്ഞതിന് ശേഷം എത്ര മാറ്റം വന്നിട്ടുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ പെർസെന്റേജ് 38 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 71% ആയിട്ടുണ്ട് ചാർജ്. അപ്പോൾ നമുക്കിനി സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടൊരു കളി കളിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് മനസ്സിലാവും. അതേസമയം 2 മൾട്ടി ലോഡ് വരുമ്പോൾ എത്രമാത്രം പ്രശ്നം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു കരുതുന്നു. ഈ ഫോണിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു കണ്ടന്റ് വീണ്ടും കാണാം.